ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൊച്ചി രാജ്യപ്രജാ മണ്ഡലമാണ്. ഇത് ഫോം ചെയ്യുന്നത് 1941 ജാനുവരി 26-നാണ്. ജാനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ഡേ ആണല്ലേ. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആലോചിക്കുക, അന്നാണ് കൊച്ചി രാജപ്രജാ മണ്ഡലം ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും കൊച്ചിയിലെ ഒരു ഉത്തരവാദിത്ത ഭരണമാണ്. അവിടെ എന്തായിരുന്നു? പ്രായപൂർത്തി വോട്ടവകാശത്തോടു കൂടി ഉത്തരവാദിത്ത ഭരണം വേണം എന്ന് പറഞ്ഞിട്ട് രൂപം കൊണ്ടിട്ടുള്ള സംഘടനയാണ് ഈ കൊച്ചി രാജപ്രജാ മണ്ഡലം. അതായത് ജനാധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ. അപ്പം ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റിനെ നോക്കുകയാണെങ്കിൽ അത് നീലകണ്ഠൻ നായരാണ്. അതായത് എസ് നീലകണ്ഠൻ നായർ. ഫസ്റ്റ് സെക്രട്ടറിയെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സെക്രട്ടറി തന്നെയാണ് ഇത് സ്ഥാപിച്ചതും. അതാരാണ്? വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അപ്പം വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജപ്രജാ മണ്ഡലം സ്ഥാപിക്കുന്ന ആൾ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ദിനബന്ധു എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ആര്? വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. ഇനി നമ്മൾ കൊച്ചി രാജപ്രജാ മണ്ഡലത്തിലെ പ്രധാന നേതാക്കളെ പരിചയപ്പെടുകയാണെങ്കിൽ പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, കെ അയ്യപ്പൻ, സി.ആർ. ഇയുണ്ണി, ടി.കെ. നായർ ഇവരൊക്കെ എന്താണ്? ഈ ഒരു കൊച്ചി രാജപ്രജാ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളാണ്. ഈ ഒരു സംഘടന എന്ന് പറയുന്നത് എന്താണ്? ആർക്കെതിരെയാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ദിവാനായിട്ടുള്ള കൊച്ചിയിലെ ദിവാനായിട്ടുള്ള AFW ഡിക്സനെതിരെയാണ്. അതായത് ഡിക്സൻ്റെ ഭരണത്തിനെതിരെയൊക്കെയാണ് ഇവർ പ്രവർത്തിച്ചത്. ഡിക്സനെ നമ്മൾ എന്താണ്? AFW ഡിക്സൻ്റെ ആ ഒരു AFW എന്നുള്ളത് പരിഹാസ രൂപേണ ഓൾ ഫോർ വാർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡിക്സൺ എന്ത് ചെയ്യാണ്? ഈ ഒരു കൊച്ചി രാജപ്രജാ മണ്ഡലം നിരോധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നോക്കുകയാണെങ്കിൽ അത് ഇരിങ്ങാലിക്കുടയിലാണ് നടക്കുന്നത്. തൃശ്ശൂരിലുള്ള ഇരിങ്ങാലിക്കുടയിലാണ് ആദ്യത്തെ വാർഷിക സമ്മേളനം നടക്കുന്നത്. കൊച്ചിയിലെ ആദ്യത്തെ ഉത്തരവാദ ഭരണ സർക്കാർ അങ്ങനെ അവസാനം രൂപം കൊള്ളുന്നത് 1947 ഓഗസ്റ്റ് 14-നാണ്. ഇനി നമ്മൾ കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരെ പരിചയപ്പെടുകയാണ്. പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് ആദ്യത്തെ പ്രധാനമന്ത്രി. ഇനി രണ്ടാമത്തത് നോക്കുകയാണെങ്കിൽ ടി.കെ. നായരാണ്. ടി.കെ. നായർ തൊഴൂർ കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അടുത്തത് അവസാനത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇക്കണ്ട വാര്യരാണ്. ഇനി നമ്മൾ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ജൂലൈ 29 പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായിട്ട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1946 ജൂലൈ 29 എന്താണ്? കൊച്ചിൻ മഹാരാജാവ് എന്ത് ചെയ്യാണ്? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു എക്സ്ട്രാ പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ്? സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കൊച്ചി രാജപ്രജാ മണ്ഡലം. ഇത്രയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്.